طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹധന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പരമകാരുണ്യകന്റെ സമാധാനവും രക്ഷയും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ മറികടക്കാതെ യഥാവിധി ജീവിതത്തിൽ പകർത്തി മുത്തഖികളും മുവഹിദുകളുമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങൾ കണ്ടെത്തുന്നവരും താൻ വ്യതിരക്തനാണ് എന്ന ചിന്ത വെച്ച് പുലർത്തുന്നവരും ആയിരുന്നു എന്ന് മുൻഗാമികളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമൂഹങ്ങൾക്കിടയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യക്തികൾക്കിടയിലുള്ള ഈ ഉച്ചനീചത്വത്തിന് കാരണം പലതാവാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളുടെ ചരിത്രം മുതൽ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഈയൊരു വ്യതിരക്തത.
വെച്ച് പുലർത്താനുള്ള മനുഷ്യന്റെ ത്വര. അത് അറിവിൻ്റെ പേരിലാവാം, ജാതിയുടെ പേരിലാവാം, വർണ്ണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നേടിയെടുത്തതായ ശക്തിയുടെ പേരിൽ പലതരത്തിലുള്ളതായ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നുള്ള വാസ്തവം. ശക്തനും ദുർബലനെന്നും, ദരിദ്രനും ധനികനെന്നും, സവർണനും അവർണനെന്നും, സ്വതന്ത്രനും അടിമകൾ എന്നും പല തരത്തിലുള്ള കാറ്റഗറികളാക്കി തിരിക്കുന്ന ഒരു രീതി സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത് പിടിമുറുക്കിയിരുന്നതായി ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചനീചത്വങ്ങൾ അതിൻ്റെ ഏറ്റവും സ്ഥായിയായ ഭാവത്തിൽ തന്നെ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മനുഷ്യനെ ഇപ്രകാരം കാറ്റഗറികളാക്കി തിരിച്ച് സമൂഹത്തിലെ മേലാളന്മാരായി സ്വയം അവരോധിക്കുന്നവരായ ആളുകൾക്ക് മറ്റുള്ളവരെ ഭരിക്കുവാനും അവരെ ചൂഷണം ചെയ്യുവാനും തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് അവരെ ഉപയോഗപ്പെടുത്തുവാനും ഒക്കെയുള്ള വഴികളായിക്കൊണ്ട് ഉന്നത കുലജാതരായിക്കൊണ്ട് സ്വയവരോധിതരായിക്കൊണ്ട് കടന്നു വന്ന ആളുകൾ അത് ആളുകൾ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാൻ വേണ്ടി പലപ്പോഴും അതിന് ആത്മീയതയുടെ അല്ലെങ്കിൽ മതത്തിന്റെ പരിവേഷം വരെ നൽകി മറ്റുള്ളവരെ അടക്കി വെക്കാനുള്ളതായ അല്ലെങ്കിൽ അടക്കി ഭരിക്കാനുള്ളതായ ശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജീവിക്കുന്നവരായ ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു മതം എന്നുള്ള നിലക്ക് പേര് വിളിക്കപ്പെട്ടതായ ഹിന്ദു മതം, ആ മതത്തിന്റെ അനുയായികളെ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരായ സവർണ വിഭാഗം ഇന്ത്യയിലെ ആദിമവാസികളായ യഥാർത്ഥ ഇന്ത്യക്കാരായി ഇവിടെ ജീവിച്ചിരുന്നതായ ആദിവാസികളായ പഴമക്കാരെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇംഗിതങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനായി പടച്ചുണ്ടാക്കപ്പെട്ട ഒരുപാട് കാറ്റഗറികൾ മതങ്ങളിലൂടെ അവർ കൊണ്ടുവന്നു. അവർ സമൂഹത്തിൽ ഉന്നതന്മാരായി നിൽക്കുവാനായി ഉപയോഗിച്ചിരുന്നതായ ക്രൈറ്റീരിയ, മാനദണ്ഡം, അത് പലപ്പോഴും കുടുംബവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ജനനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ഒന്ന് എന്നല്ലാതെ താഴേക്കിടയിലുള്ളവൻ ഒരിക്കലും മേലേക്കെത്തുവാനുള്ള വഴി ഇല്ലാത്ത വിധം അവരാ വേർതിരിവുകളെ ക്രമീകരിച്ചുയരുന്നു എന്ന് കാണാൻ സാധിക്കും. ആദിമ ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ അവർ നാലാക്കി തിരിച്ചിരിക്കുകയാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും തിരിച്ച് സമൂഹത്തിന്റെ മേലാളന്മാരായി എന്നും ഭരണം കൈയാളുവാനും മറ്റുള്ളവനെ അടക്കി ഭരിക്കുവാനും അവകാശപ്പെട്ട ഉന്നത കുലജാതരായിക്കൊണ്ട് ബ്രാഹ്മണർ നിലകൊള്ളുമ്പോൾ ഈ ബ്രാഹ്മണർക്ക് വേണ്ടി പാദസേവ ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും മാത്രം ജീവിച്ചിരിക്കേണ്ട ഒരു വിഭാഗമായിക്കൊണ്ട് ശൂദ്രർ മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു.
തങ്ങളുടേതായ അവകാശങ്ങൾ ചോദിക്കുവാനോ നേടിയെടുക്കുവാനോ അതിനുവേണ്ടി ശബ്ദിക്കുവാനോ അവകാശം നൽകപ്പെട്ടിട്ടില്ലാത്ത വിധം ജാതീയതയിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിരുന്ന ഒരു വിഭാഗമായി അവര് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടു. അവരുമായി കൊണ്ട് ഇടപഴകുന്നത് പോയിട്ട്, അവരുമായി കൊണ്ട് സംസാരിക്കുന്നത് പോയിട്ട്, അവരെ കൺമുൻപിൽ കാണുന്നത് പോലും അയിത്തമായി കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടു. അതിന് ഒരുപാട് മതത്തിന്റെ ദർശനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടായി. പാപയോനിയിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നും പാപികളാണെന്നും അതുകൊണ്ട് തന്നെ അവര് മറ്റുള്ളതായ ഉന്നത കുലജാതർക്ക് പാദസേവ ചെയ്തുകൊണ്ട് പാപമുക്തി നേടുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണമെന്നും അവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഉയരാനും വളരാനുമുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് അവരടക്കി ഭരിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പാടില്ലെന്ന് മാത്രമല്ല, മതപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യുവാനോ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനോ അതല്ലെങ്കിൽ അത് പഠിക്കുവാനോ അത് ഉരുവിടുവാനോ ഉള്ള അവകാശം പോലും നൽകപ്പെട്ടിരുന്നില്ല. ഈ രീതിയിൽ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ട് പോലും പരിഗണിക്കപ്പെടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമായി കൊണ്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്ന കീഴാണ് ഇന്ത്യ എന്നുള്ള ഒരു മഹാരാജ്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു. പക്ഷെ ഭരണം ആര് നടത്തിയിരുന്നാലും സമൂഹത്തിന്റെ ഇത്തരം ചലനങ്ങളെ നിയന്ത്രിച്ചിരുന്നതായ ഉന്നത കുലജാതർ ഈ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും വകവെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഭരണം ആര് നടത്തിയാലും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ മനസ്സിലാക്കിയതാണ് അതിൻ്റെ തീവ്രത എത്രയായിരുന്നു എന്നുള്ളത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, തൊടാൻ പാടില്ലെന്ന് മാത്രമല്ല കണ്ടാൽ പോലും പ്രശ്നമുള്ളവരായ ആളുകൾ. ഈ രീതിയിലുള്ളൊരവസ്ഥയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് അതിൻ്റെ ഒരു ഭരണഘടന ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജാതീയതയുടെ പേരിൽ ജീവിതത്തിൽ ഏറ്റവും അധികം ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് വളർന്ന സവർണന്മാർ പഠിക്കുന്ന, വിദേശികളല്ല ഇന്ത്യക്കാരായ ഇന്ത്യയിൽ തന്നെയുള്ള മേലാളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട് പഠിപ്പിക്കുന്ന അധ്യാപകനാൽ ക്ലാസ്സിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ട ഒരു മഹാമനുഷ്യൻ. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ പരിചയമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് ഈ സവർണ ഭരണത്തിൽ കടിച്ചു തൂങ്ങി സ്വാതന്ത്ര്യ സമരത്തെ വരെ കടുത്ത ഭാഷയിൽ എതിർത്തുകൊണ്ട് ബ്രിട്ടീഷ് മേൽക്കോയ്മക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ചലിച്ചിരുന്ന ചില സംഘടനകൾ ഇന്ന് അദ്ദേഹത്തൊക്കെ വിഗ്രഹവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദയനീയം. ആ മനുഷ്യനെ തന്നെ, ഡോക്ടർ അംബേദ്കറെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുവാനായിക്കൊണ്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ അന്നത്തെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ശില്പികളായിട്ടുണ്ടായിരുന്ന നേതാക്കന്മാർ ഇനി വരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായി കൊണ്ട് ഇന്ത്യ രൂപപ്പെടുത്താൻ പോകുന്ന ഭരണഘടനയിൽ ഇതുവരെ ഇവിടെ നിലവിലുണ്ടായിരുന്ന സകലമാന വ്യത്യാസങ്ങളും സകലമാന ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അടക്കം പിഴുതെറിയപ്പെടണമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ഇനിയും ഒരു വർണ്ണ വെറി, ഒരു ജാതീയത ഇവിടെ നിലനിൽക്കുവാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർ തീരുമാനമെടുത്തതായിരുന്നു. അദ്ദേഹം വളരെ വിദഗ്ധമായി കൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കുകയും ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ
ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും തുല്യ അവകാശങ്ങൾ നൽകപ്പെടണമെന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ളതായ ശ്രമങ്ങൾ നടത്തി ഇന്ത്യയുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണഘടന രൂപപ്പെടുത്തുകയാണ്. സാധാരണ ആ ഭരണഘടനയുടെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അത് നിലവിൽ വന്നതായ ദിവസം എന്നുള്ള നിലക്ക് ആണ് നമ്മൾ ഈ കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിക്കൊണ്ട് ആഘോഷിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതായിക്കൊണ്ട് നമ്മുടെ ഭരണഘടന പറയുന്നത് നവംബർ 6 എന്നുള്ളതാണ് വാസ്തവം. അഥവാ അതിൻ്റെ അസംബ്ലി ആ ഒരു രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊണ്ട് അത് പ്രഖ്യാപിക്കുന്നത് ഭരണഘടനത്തിന് അത് കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട്. നവംബർ 26 in our constituent assembly this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. ഏതായാലും ഇന്ത്യക്കൊരു ഭരണഘടന എന്നുള്ള നിലക്ക് ഇത് നിലവിൽ വന്നതായ സന്ദർഭത്തിൽ ഇനി ഒരു ഇന്ത്യക്കാരനും ഈ ഉച്ചനീചത്വത്തിന്റെ പേരിൽ ഇവിടെ പ്രയാസപ്പെടാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയുള്ള നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അത് കൊണ്ടുവന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കൊണ്ട് ഓരോ ഇന്ത്യക്കാരന്റെയും അടിസ്ഥാനപരമായ അവകാശമായിക്കൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തിയതായ കാര്യങ്ങളിൽ വളരെ കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് ഈ ഒരു ഈക്വാലിറ്റി അവർക്ക് നൽകണമെന്നുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സിലെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അതല്ലെങ്കിൽ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ പൗരനും നൽകപ്പെട്ടിരിക്കുന്നതായ അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 15 വളരെ കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, എല്ലാത്തിനും അതീതമായിക്കൊണ്ട് അല്ലെ, മതം, ജാതി, ലിംഗവ്യത്യാസമോ ജനനസ്ഥലമോ ഒന്നും പരിഗണിക്കാത്ത രീതിയിൽ അതിനെതിരെ ഏതൊരു തരത്തിൽ നടക്കുന്നതായ വ്യത്യാസങ്ങൾക്കും തരം താഴ്ത്തലുകളെയും നിരോധിച്ചുകൊണ്ടുള്ളതായ വകുപ്പാണ് അതിൻ്റെ ഒന്നാമതായിക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട് ഈ രാജ്യത്ത് അവർ ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഒരു സിറ്റിസണും the state shall not discriminate against any citizen on grounds only of religion, race, caste, sex, place of birth or any of them. ജാതി, മത, വർണ്ണ, ലിംഗ വ്യത്യാസം കാണിക്കുവാൻ ഒരിക്കലും പാടില്ല എന്ന് കൃത്യമായി കൊണ്ട് പറയുന്നു. അതിന്റെ പേരിൽ അവർക്ക് നൽകപ്പെടുന്ന ഏതെങ്കിലും ഒരു അവകാശങ്ങളിൽ അവർ തടയപ്പെടുവാനോ അതല്ലെങ്കിൽ അത് പരിമിതപ്പെടുത്തപ്പെടുവാനോ അതല്ലെങ്കിൽ അതൊരു കണ്ടീഷനാക്കി വെച്ചുകൊണ്ട് അവർക്കത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നും ഭരണഘടന വളരെ ശക്തമായി കൊണ്ട് പറഞ്ഞു. ഈ രീതിയിൽ ഈ ഈക്വാലിറ്റിക്കെതിരെ വരുന്നതായ ഏതു തരത്തിലുള്ളതായ നീക്കങ്ങളും ഒരു പൗരന്റെ പൗര സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള കടന്നുകയറ്റമായി കൊണ്ട് പരിഗണിക്കപ്പെടുകയും അത് തക്കതായ രീതിയിലുള്ള ക്രിമിനൽ കുറ്റങ്ങളായി മുദ്ര കുത്തപ്പെട്ട് അതിന് എതിരെ നീങ്ങാനുള്ളതായ പ്രവർത്തിക്കാനുള്ളതായ അവകാശം ഓരോ പൗരനും ഭരണഘടന വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ജോലി ചെയ്യുന്നതിലും വിദ്യാഭ്യാസം നേടുന്നതിലുമൊക്കെ
ഈ ഒരു ഈക്വാലിറ്റി പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടന. അതിലെ 16ാമത്തെ ആർട്ടിക്കിൾ, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാനുള്ളതായ അവകാശം ഓരോ ഇന്ത്യക്കാരനും വകവെച്ചു കൊടുക്കുന്നതാണ്. There shall be equality of opportunity for all citizens in matters relating to employment or appointment to any office under the state. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ളതോ അല്ലാത്തതോ ആയ ഏത് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാനുള്ള തുല്യമായ അവകാശം ഓരോ ഇന്ത്യൻ പൗരനും നൽകുന്നു എന്ന് മാത്രമല്ല, no citizen shall on ground only of religion, race, caste, sex, descent, place of birth, residence of any of them be ineligible for or discriminated against in respect of any employment of office under the state. അല്ലെ, ഈ ജാതിയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജനനസ്ഥലത്തിന്റെ പേരിലോ ആൺപെൺ ആയ വ്യത്യാസത്തിന്റെ ലിംഗവ്യത്യാസത്തിന്റെ പേരിലോ ഒരിക്കലും ഒരു ജോലിയുടെ ഭാഗമായിക്കൊണ്ടും അവരതിന് അർഹരല്ല എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ അവരെ തടയപ്പെടുന്ന രീതിയിലോ അതല്ലെങ്കിൽ അവരെ തഴയുന്ന രീതിയോ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ അവകാശം അതിൽ വകവെച്ചു കൊടുക്കണം. നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടനയിലുണ്ട്. അടുത്തത് പറയുന്നത് പിന്നെ എഡ്യൂക്കേഷനുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസം നേടുന്നതിനുള്ളതായ അവകാശമായിക്കൊണ്ടാണ് അടുത്ത 25 മുതലുള്ളതായ ആർട്ടിക്കിളിൽ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതേപോലെ തന്നെ ശേഷം റൈറ്റ് ടു ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ. ഈ രീതിയിൽ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ നൽകുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുക, നിയമപരമായി കൊണ്ട് ഇത്തരത്തിൽ ശക്തമായ ഭരണഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാനുള്ളതായ എക്സിക്യൂട്ടീവുകൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഒരു പരിധിവരെ ഇന്നും ജാതീയത എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യക്കാരന്റെ മനസ്സിൽ നിന്നും യഥാർത്ഥമായ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചിന്ത. ഈ അടുത്ത കാലത്ത് രോഹിത്തിന് സംഭവിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണ്. സാധാരണ നിലക്ക് സമ്പത്താണ് ഒരു ഉച്ചനീചത്വത്തിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ അവന്റെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണം. വിദ്യാഭ്യാസമാണ് അതിന് നിദാനമായി വെച്ചിട്ടുള്ളത് എങ്കിൽ ഒരു വിദ്യ നേടിക്കഴിഞ്ഞാൽ ഉന്നതമായ സർവകലാശാലയിൽ ഉന്നത നിലവാരത്തിൽ പഠിക്കുന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതായ തലം വരെ എത്തിച്ചേർന്നിട്ടും ഈ രീതിയിലുള്ളതായ ജാതീയതയുടെ ഉച്ചനീചത്വങ്ങളിൽ ശ്വാസം മുട്ടി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥ ഒരു ഇന്ത്യൻ പൗരനുണ്ടാകുന്നു എന്നുള്ളത് വേദനാജനകമാണ്. ഇവിടെ സംവിധാനങ്ങളോ നിയമങ്ങളോ വകുപ്പുകളോ ഒരിക്കലും കുറ്റക്കാരാവുന്നില്ല. അവയെല്ലാം സമൂഹത്തിന്റെ നന്മക്കും ഉന്നതിക്കും ഉന്നമനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാനായിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതായ സംവിധാനങ്ങൾ തന്നെയാണ്. പക്ഷേ അത് മനുഷ്യ മനസ്സിൽ അതിനെ പ്രയോഗവൽക്കരിക്കേണ്ടതായ മനുഷ്യന്റെ മനസ്സിൽ എത്രയാണ് അത് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നുള്ള ചിന്തയാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ പോലും താനിരുന്നതായ ഓഫീസിൽ തനിക്ക് മുമ്പ് ഇരുന്നിരുന്നത് അവർണ്ണനായ ഒരു വ്യക്തിയായിരുന്നു എന്നൊരൊറ്റ കാരണത്താൽ ഓഫീസിൽ ചാർജ് എടുക്കുന്ന ദിവസം അവിടെ കലശം തെളിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്നൊരവസ്ഥ. തന്റെ അതേ പൊസിഷനിൽ തന്റെ അതേ ക്വാളിഫിക്കേഷനിൽ ഒരു വേള തന്നേക്കാൾ ഒരുപക്ഷെ മികച്ചവനാകാം, തന്നേക്കാൾ മുൻപേ ആ ചെയറിൽ ഇരുന്നിരുന്ന ഓഫീസ് നിയന്ത്രിച്ചിരുന്നതായ വ്യക്തി ഒരു പിന്നോക്ക ജാതിക്കാരനായി പോയി എന്നത് കാരണത്താൽ ആ ഓഫീസ് ശുദ്ധീകരിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന ഒരു മേലാളന്റെ മനസ്സ്, ഒരു ഇന്ത്യക്കാരന്റെ മനസ്സ്, അത് എത്രമാത്രം കുടുസാണ്. ഒരാളെയും അവന്റെ ജാതിയുടെ ലേബൽ ചൊല്ലിക്കൊണ്ട് വിളിക്കുന്നത് പോലും കുറ്റകരമാണെന്ന് വളരെ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ സംവിധാനമുള്ള ഒരു നാട്ടിൽ
തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നുറക്കെ ശബ്ദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കീഴാളന്മാരായ ആളുകൾ ഇന്നും ഈ ജാതീയതയിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ചിന്തിക്കേണ്ടതാണ് നാം, മനസ്സിലാക്കണം നാം. എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്? സംവിധാനങ്ങൾക്ക് പാടിയിട്ടില്ല. ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൽ എഴുതി ചേർത്തിരിക്കുന്നതായ വകുപ്പുകൾക്ക് യാതൊരു തകരാറുകളുമില്ല. മറിച്ച് നമ്മൾ അറിയുക, ഇതൊക്കെ പ്രയോഗവൽക്കരിക്കുന്നവരായ ആളുകളുടെ മനസ്സുകളാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. സംവിധാനങ്ങളെക്കാൾ മുൻപ് മനസ്സുകൾ മാറേണ്ടിയിരിക്കുന്നു. പുറത്ത് എത്രമാത്രം ജാതീയത തൂത്തെറിയപ്പെട്ടാലും മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു ചിന്തകൾ അടയിരിക്കുന്നിടത്തോളം കാലം, ബാക്കി നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് തങ്ങളുടെ കീഴെയുള്ളതായ കീഴ്ജാതിക്കാരായ അവർണന്മാരായ താഴെത്തട്ടിലുള്ളവരായ ആളുകളെ അംഗീകരിക്കുവാനോ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടവരെ കാണുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ പുരോഗതിപ്പെടണമെങ്കിൽ, തുല്യനീതി കിട്ടിക്കൊണ്ട് ഈ നാട് ഭരിക്കപ്പെടണമെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് പറയാൻ നമ്മുടെ രാഷ്ട്ര നേതാവിനെ പ്രേരിപ്പിച്ചത് ഇസ്ലാം വിഭാവനം ചെയ്ത മാനവികതയുടെ തത്വങ്ങളും അതിന്റെ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരുന്നു. എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകൾ ഈ ചിന്താഗതികൾ ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ശുഐബ് നബിയുടെ കാലഘട്ടത്തിലുള്ളവരായ ആളുകളിലെ പ്രമുഖന്മാരായ പ്രധാനികളായ സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതായ സന്ദർഭത്തിൽ അതിനൊരു തടസ്സമായി കൊണ്ട് ആ സമൂഹം പറയുന്നത് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ? നിന്റെ കൂടെയുള്ളവരായ ചില ആളുകളുണ്ടല്ലോ, ശുഐബ് അലൈഹിസ്സലാം, അവരെ മാറ്റിവെക്കണം. കാരണം അവരെ കാണുമ്പോ തന്നെ ഇല്ലല്ലദീനഹും അറാദിലുന ബാദിയർ റഈ വമാ നറാ ലനാ അലൈഹിം മിൻ ഫദ്ലിൻ ബൽ നദുന്നുഹും കാദിബീൻ. കണ്ടാ തന്നെ താഴെക്കിടയിലുള്ളവരാണെന്ന്, കീഴാളന്മാരാണെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ, ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കപ്പെടുന്ന ഈ ആളുകളുമായി കൊണ്ടാണല്ലോ നീ നടക്കുന്നത്. ഒലക്കെട്ട് മാറ്റിവെക്കുക, എന്നാൽ ഞങ്ങൾ നിന്റെ കൂടെ വരാം. സമൂഹത്തിലെ പാവങ്ങളായ അതല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവരായ ആളുകളോടൊപ്പം കൂടിച്ചേരുവാൻ മടിച്ചിരുന്നതായ ഒരു വിഭാഗം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഖുർആൻ അവിടെ കൃത്യമായി കൊണ്ട് അത് പരിചയപ്പെടുത്തി തരികയാണ്. എന്നാൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഇവിടെ ജനനമാകാം, ജാതിയാകാം, വർണ്ണമാകാം, സമ്പത്താവാം, അറിവാകാം, അവകാശങ്ങളാവാം, സ്ഥാനമാനങ്ങളാവാം, ഈ രീതിയിലുള്ളതായ വകതിരിവുകൾക്കും വേർതിരിവുകൾക്കും നിദാനമാക്കിക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ അഥവാ മാനദണ്ഡങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം സമൂഹത്തിൽ ഉന്നതരാകുന്നതിനുള്ളതായ മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്നത് എന്തിനെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്താണ് പറയുന്നത്? ഒരാൾക്ക് ഉന്നതനാകുവാൻ, ഒരാൾക്ക് സമൂഹത്തിലെ മുകളിലുള്ള ഉന്നത ശ്രേണിയിലേക്ക് എത്തിച്ചേരുവാൻ ഒരാൾക്ക് സാധ്യമാവുന്നതായ കാര്യം എന്ത് എന്ന് ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം ഈ ജാതീയതയെ കുറിച്ച് അറിയാത്തവരോ ഒരൊറ്റ സമൂഹമായി കൊണ്ട് ജീവിച്ചിരുന്നവരോ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചിരുന്നതോ ആയൊരു സമൂഹമായിരുന്നില്ല. മറിച്ച് തങ്ങൾ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ളതായ ഉച്ചനീചത്വങ്ങളും വെച്ചു പുലർത്തിയിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാനവികതയുടെ സന്ദേശവും ഓതിക്കൊണ്ട് കടന്നു വരുന്നത്. അന്ന് ആ പ്രവാചകനിൽ വിശ്വസിക്കുവാൻ ഏറ്റവും അധികം മുന്നിലുണ്ടായിരുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരായ ആളുകളായിരുന്ന അടിമകളും അതേപോലെ തന്നെ ദരിദ്രന്മാരായ പാവങ്ങളുമായിരുന്നു ആ പ്രവാചകനെ പിൻപറ്റുവാൻ മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിലെ പ്രമാണികളായ ആളുകൾ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്ന രംഗം സൂറത്തുൽ ഷുഅറാഇന്റെ 111 വചനമായി കൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഖാലു അനുഅ്മിനു ലക് വത്തബഅകൽ അർദലൂൻ.
കീഴാളന്മാരായിട്ടുള്ള വളരെ താഴെത്തട്ടിലുള്ളവരായ ആളുകളൊക്കെയാണല്ലോ താങ്കളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരോടൊപ്പം ഞങ്ങളും താങ്കളിൽ വിശ്വസിക്കണമെന്നാണോ മുഹമ്മദ് താങ്കൾ പറയുന്നത് എന്ന് ആ സമൂഹം പ്രവാചകനോട് ചോദിക്കുന്നു. ഈ കീഴാളന്മാരങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെന്ന് പ്രവാചകന്റെ മുൻപിൽ വന്നുകൊണ്ട് പറയുന്നതായ മക്കയിലെ പ്രമാണികളായ ആളുകൾക്ക് ശക്തമായ മറുപടി കൊടുക്കുവാൻ പടച്ചതമ്പുരാൻ ആവശ്യപ്പെടുന്നു. പ്രവാചകരെ, വലാ തദ്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ശൈഇ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈഇ ഫതതുറുദുഹും ഫതകൂന മിനല്ലാലിമീൻ. പ്രവാചകരെ, താങ്കൾ ഒരിക്കലും അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ നല്ലവരായ മനുഷ്യരെ താങ്കൾ ഒരിക്കലും ഓടിക്കാൻ പാടില്ല, അടിച്ചോടിക്കരുതേ. യുരീദൂന വജ്ഹഹു, അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരിതിലേക്ക് കടന്നു വരണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പാപങ്ങളായ കീഴാളന്മാരെ ആട്ടിയോടിക്കുന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ശൈഇ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈഇ. താങ്കളുടെ കാര്യത്തിൽ അവരോ അവരുടെ കാര്യത്തിൽ താങ്കളോ പടച്ച തമ്പുരാന്റെ അടുക്കൽ മറുപടി പറയാൻ ഈ കാര്യത്തിൽ ബാധ്യസ്ഥരല്ല. അങ്ങനെയെങ്ങാനും ഫതതുറുദുഹും, അവരെങ്ങാനും താങ്കൾ അട്ടിയോടിക്കുകയാണെങ്കിൽ ഫതകൂന മിനല്ലാലിമീൻ, താങ്കളും അക്രമികളിൽ അകപ്പെട്ടു പോകും. താങ്കളും അവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് കീഴാളന്മാരായ ആളുകളെ മാറ്റി നിർത്തിയാൽ അവരിങ്ങോട്ട് കടന്നു വരാമെന്നുള്ള വാക്കുകൾക്ക് തരിമ്പും വില കൊടുക്കണ്ട എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ച തമ്പുരാന്റെ ശക്തമായ കൽപ്പന. ആ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുമായി ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിനെ ഉയർത്തേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ളത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിലൂടെ നമുക്കറിയാം, പ്രവാചകന്റെ മുൻപിലേക്ക് ഉന്നത കുലജാതയായ ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോ അവൾക്ക് വേണ്ടി വക്കാലത്ത് പെറ്റെടുക്കാൻ, അവൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയാനായിക്കൊണ്ട് ആ ഉന്നത കുലജാതരായ ആളുകളിലെ മെയിൻ നേതാക്കന്മാരായ ആളുകൾ കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് സംസാരിക്കാനായി പ്രവാചകന്റെ മാനസപുത്രനായിക്കൊണ്ട് തന്നെ പ്രവാചകന്റെ വളർത്തുപുത്രനായിക്കൊണ്ട് പ്രവാചകനേറെ സ്നേഹിച്ചിരുന്നതായ സെയ്ദിനെ അവർ സമീപിക്കുന്നു. ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ രീതിയിലുള്ളതായ ഷഫാഅത്ത് പറഞ്ഞ സന്ദർഭത്തിൽ അവര് മേലെ തട്ടിലുള്ള അല്ലെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ടതായ വിഭാഗത്തിൽപ്പെട്ടവരായ ആളുകളാണ്, ഉന്നത കബീലയിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ടവരായ ആളുകളാണ്. അവരിലൊരു പെണ്ണ് മോഷ്ടിച്ചിട്ട് അവളുടെ കൈവെട്ടുക എന്നുള്ളത് ഞങ്ങളുടെ കബീലക്ക്, ഞങ്ങളുടെ ഗോത്രത്തിന് അപമാനമാണ് അല്ലെ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്നതായ മറുപടി വളരെ കൃത്യമായി നമ്മൾ അറിയേണ്ടതാണ്. സമൂഹത്തിൽ എന്നും നിലനിന്നിരുന്ന ഒരു വല്ലാത്ത ദുരാചാരമായി കൊണ്ട് പ്രവാചകൻ അതിനെ ചിത്രീകരിക്കുകയാണ്. ആദ്യം ഇന്നമാ അഹ്ലകന്നാസ ഖബ്ലകും അന്നഹും കാനൂ ഇദാ സരിഖ ഫീഹിം അശ്ശരീഫ് തറകൂ. നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നാശത്തിലകപ്പെട്ടതായ സമൂഹത്തിന്, അവരുടെ നാശത്തിന് ഹേതുവായത് എന്താണെന്നോ, അവരിലുള്ള ഒരു പ്രധാനി എങ്ങാനും ഒരു മോഷണം നടത്തിയാൽ, ഒരു കുറ്റകൃത്യം ചെയ്താൽ തറക്കൂ, ഒഴിവാക്കി കൊടുക്കും. മേലാളന്മാരെന്ത് ചെയ്താലും അത് പ്രശ്നമല്ല, അവരെ വിട്ടു ഒഴിവാക്കും. അവരിലുള്ള താഴെക്കിടയിലുള്ളതായ പാവപ്പെട്ടവനായ ഒരാളാണ് ആ കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ, മോഷ്ടിക്കുന്നതെങ്കിൽ അവന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. ഇതായിരുന്നു മുൻ സമൂഹങ്ങളുടെ നാശത്തിന് കാരണമായി തീർന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവാണേ സത്യം, വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹാ. അല്ലാഹുവാണേ, മുഹമ്മദിന്റെ പൊന്നുമോൾ
ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും അവളുടെ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യും. വ്യത്യാസമല്ല അവിടെ. നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ, അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ളതായ വ്യത്യാസങ്ങളും കാണിക്കാതെ ലോകത്തിന് മുൻപിൽ നീതി നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്ന്, സമത്വം കൽപ്പിക്കേണ്ടത് എങ്ങനെയെന്ന്, സാഹോദര്യമുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മറ്റോ ഉള്ളതായ ഒരു തരത്തിലുള്ളതായ ഇകഴ്ത്തലുകളെയും അനുവദിക്കാതിരുന്ന പ്രവാചകൻ. അബൂദറുൽ ഗഫാരി മഹാനായ സഹാബിയ, നമുക്കറിയാം സലാമിന് വേണ്ടി തുടക്കം മുതൽ തന്നെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വളർന്നതായ സഹാബിയായിരുന്നു അബൂദറുൽ ഗഫാരി. അദ്ദേഹം ബിലാൽ റളിയല്ലാഹുവുമായി കൊണ്ടുള്ള ഒരു സംസാരത്തിനിടക്ക് അദ്ദേഹത്തിന്റെ ശബ്ദമൽപ്പം ഉയരുകയും അദ്ദേഹത്തിന് ദേഷ്യം വരികയും ചെയ്തതായ സന്ദർഭത്തിൽ അദ്ദേഹം അറിയാതെ ആ ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചുപോയി, യബ്ന സൗദാ, കറുപ്പത്തിയുടെ മോനെ, കറുത്തവളുടെ മോനെ എന്ന് വിളിച്ചു. വിവരമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി കൊണ്ട് അബൂദറിനെ ശാസിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഗിഫാർ ഗോത്രം എന്നുള്ളത് അറേബ്യയിലെ അറിയപ്പെട്ട ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നതായ ഒരു വിഭാഗത്തിന് ഉൾക്കൊള്ളുന്നതായ ഗോത്രമാണ് ഗിഫാർ ഗോത്രം. ആ ഗിഫാർ ഗോത്രത്തിന്റെ നേതാവായിരുന്നു അബൂദർ. പക്ഷേ അബൂദറിന്റെ നാവിൽ നിന്നും അറിയാതെ വന്നു പോയതായ ഒരു വാക്കായിരുന്നു അത്. എന്നാൽ പ്രവാചകന്റെ മുൻപിലെത്തിയപ്പോ അബൂദറിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ അബൂദർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അബൂദറേ, താങ്കൾ ഇപ്പോഴും ജാഹിലിയത്തിന്റെ ചില ശകലങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ആളായിക്കൊണ്ടാണ് ഇപ്പോഴും ഉള്ളത്. പ്രവാചകൻ അദ്ദേഹത്തെ ഒരിക്കലും ഇന്നക ജാഹിൽ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ താങ്കൾ ജാഹിലിയക്കാരനാണ് എന്ന് പറഞ്ഞില്ല. കാരണം അദ്ദേഹം ജാഹിലിയത്ത് ജീവിച്ചതായ ആളായിരുന്നു. ജാഹിലിയത്തിന്റെ എല്ലാ തരത്തിലുള്ള വേണ്ടാത്തരങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നതായ കൊള്ളക്കാരുടെ തലവനായി ജീവിച്ചിരുന്ന ആളായിരുന്നു അബൂദർ. റസൂൽ അതുകൊണ്ട് ജാഹിലിയക്കാരൻ എന്ന് പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞത് ആ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ചില അരുതായ്മകളിൽ, വേണ്ടാത്തരങ്ങളിൽ ചിലത് ബാക്കിയുണ്ട് അബൂദറെ നിന്നിൽ. അഥവാ തന്നേക്കാൾ വർണ്ണം കുറഞ്ഞവനെ, നിറം കുറഞ്ഞവനെ, സമ്പത്ത് കുറഞ്ഞവനെ, പദവി കുറഞ്ഞവനെ, കഴിവ് കുറഞ്ഞവനെ, ശക്തി കുറഞ്ഞവനെ ഇകഴ്ത്തുന്ന, മോശക്കാരനാക്കുന്ന രീതിയിലുള്ള ആ ജാഹിലിയത്തിന്റെ സംസ്കാരത്തിന്റെ ചില ശകലങ്ങൾ ഇനിയും ശേഷിക്കുന്നു അബൂദർ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ചു, അബൂദർ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അഅജമീൻ. അബൂദറെ മനസ്സിലാക്കണം, അബൂദറെ അറിയണം, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു പ്രത്യേകതകളുമില്ല, ശ്രേഷ്ഠതകളുമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, അറബിയല്ലാത്ത ഒരാൾക്ക് അറബിയേക്കാളും ഒരു ശ്രേഷ്ഠതയും വരുന്നില്ല. വലൽ അഹ്മർ അലൽ അസ്വദ് വലൽ അസ്വദ് അലൽ അഹ്മർ, വെളുത്തവന് അതല്ലെങ്കിൽ ചുവന്ന നിറമുള്ളവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു തരത്തിലുള്ളതായ ശ്രേഷ്ഠതയും ഇല്ല അബൂദർ, ഇല്ലാ ബിത്തഖ്വ. ഇസ്ലാം മാനദണ്ഡമാക്കുന്നത് അതാ, തഖ്വ കൊണ്ടല്ലാതെ. വർണ്ണമല്ല, ജന്മമല്ല, സമ്പത്തല്ല, പാണ്ഡിത്യമല്ല, അറിവല്ല, കഴിവല്ല, പദവിയല്ല, ഒന്നുമല്ല. സമൂഹത്തിൽ ഉന്നതനാകുവാനുള്ള മാനദണ്ഡമായിക്കൊണ്ട് ഇസ്ലാം വെച്ചിട്ടുള്ള അബൂദർ അത്തഖ്വ, സൂക്ഷ്മതയാണ്, തഖ്വയാണ്. അതിലൂടെയാണ് നിനക്ക് സമൂഹത്തിൽ ഉന്നതനാകുവാൻ സാധിക്കുന്നത്. ആളുകളെ പടച്ച തമ്പുരാൻ വ്യത്യസ്തങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ, വ്യത്യസ്തങ്ങളായ പദവികളിൽ, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളിൽ, അല്ലെ, ജാതിയും വർഗവും വർണ്ണവും എല്ലാം വ്യത്യാസമായി സൃഷ്ടിച്ചിരിക്കുകയാണ് പടച്ച തമ്പുരാൻ. എന്തിനാ അപ്പൊ ദൈവം അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ. പടച്ചവനിപ്പോ എന്തിനാ അങ്ങനെ കുറെ കളറിലൊക്കെ മാറ്റി കൊടുത്തു? അതുകൊണ്ടല്ല ഇപ്പൊ അതൊക്കെ ഉണ്ടായത്. അല്ലെ ഇങ്ങനെ കുറെ ജാതികളൊക്കെ ഉണ്ടാക്കിയത് ഇപ്പൊ എന്തിനാണ്? അതുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എല്ലാരും ഒരേപോലെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പടച്ചോനെ വെല്ലുവിളിക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ കൂട്ടത്തില്. പക്ഷെ ഓല്
ബാക്കിയുള്ള ജീവിതത്തിന്റെ പ്രകൃതിയിലൊന്നും ഒരാ ചോദ്യം ചോദിക്കൂല അല്ലേ? എന്തിനാ പടച്ചോന് ഋതുഭേദങ്ങൾ ഉണ്ടാക്കിയത്? എല്ലാ കാലത്തും തണുപ്പന്നാക്കിയ പോരായിരുന്നോ? അല്ലെങ്കിൽ എല്ലാ കാലവും ചൂടാക്കിയാൽ പോരായിരുന്നോ? എല്ലാ കാലവും വെയിലുണ്ടായ പോരായിരുന്നോ? എല്ലാ കാലവും മഴ മാത്രം ഉണ്ടായാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നില്ല. അത് വ്യത്യസ്തങ്ങളാ അല്ലേ? അതിങ്ങനെ സീസണുകളിൽ ചൂടായും തണുപ്പായും മഴയായും വെയിലായും പലതരത്തിൽ മനുഷ്യന്മാരത് ആസ്വദിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണ് ഓരോ ഫലങ്ങൾക്കും പടച്ചതമ്പുരാൻ വ്യത്യസ്തങ്ങളായ രുചിഭേദങ്ങൾ കൊടുത്തത് എന്ന് ആരും ചോദിക്കണില്ല അല്ലെ? ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഒരേ രുചിയല്ലല്ലോ അല്ലെ? ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒരേ രുചിയല്ല, ഒരേ ടേസ്റ്റ് അല്ല. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രുചിഭേദങ്ങൾ നൽകിയതെന്ന് ആരും ചോദിക്കുന്നില്ല. മനുഷ്യനെ എന്തിനിങ്ങനെ വർണ്ണ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നവരായ ആളുകൾ ഈ പ്രപഞ്ചത്തിൽ എന്തിനാണ് പടച്ചതമ്പുരാനി വർണ്ണ വൈവിധ്യം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കണില്ല അല്ലെ? പല നിറങ്ങളിലുള്ള ഫലങ്ങളും പൂക്കളും അല്ലെ പ്രകൃതിയും കാണുന്നുണ്ട് മനുഷ്യൻ. ഇതൊക്കെ ഒരു നിറാക്കിയാ പോരായിരുന്നോ എന്നാരും ചോദിക്കുന്നില്ല. പടച്ചതമ്പുരാൻ ഈ പ്രകൃതിയുടെ സൃഷ്ടിപ്പിലായിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില യുക്തികൾ അതിൽ നിറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നതായ ദൃഷ്ടാന്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിപ്പിന്റെ വൈവിധ്യങ്ങൾ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അല്ലെ? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് പടച്ചതമ്പുരാൻ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെല്ലാവരുടെയും തുടക്കം അവിടെ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. നിങ്ങളെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളാക്കിയത് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കുടുംബങ്ങള്, ഗോത്രങ്ങള്, വിഭാഗങ്ങളൊക്കെ ആക്കിക്കൊണ്ട് പടച്ചതമ്പുരാൻ നിങ്ങളെ മാറ്റിയിരിക്കുന്നത് ലിതആറഫു, നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കായ മനുഷ്യന്മാരുണ്ടെങ്കിലും നമ്മളിലേക്ക് എത്തേണ്ടതായ ഒരു മെസ്സേജ്, നമ്മിലേക്ക് എത്തേണ്ടതായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് എത്തിക്കണമെന്ന് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഏതൊരാൾ വിചാരിച്ചാലും കൃത്യമായി നമുക്കതെത്തും. എന്തുകൊണ്ടാ? ഓരോരുത്തരും എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിന് കൃത്യമായ ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി ഉണ്ടാക്കുവാൻ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തീർക്കുവാനാണ് പടച്ചതമ്പുരാൻ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ ഈ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നു. എന്നിട്ടോ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളെല്ലാവരും തുല്യരാ മനുഷ്യരെന്നുള്ള ഒരൊറ്റ കാറ്റഗറി മാത്രമാണ് ഇസ്ലാമിന്റെ മുൻപിലുള്ളത്. അവിടെ വേറൊരു കാറ്റഗറി ഇല്ല, വേറൊരു തരംതിരിവില്ല, വേറെ ഒരു വക മാറ്റിയിട്ടില്ല. മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ കാറ്റഗറി മാത്രമാണ് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആ മാനവികതയ്ക്ക് മുമ്പിൽ മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ വിഭാഗം മാത്രം. ആ മനുഷ്യ വിഭാഗത്തിൽ നിങ്ങൾക്ക് മേലെ നിൽക്കണോ, നിങ്ങൾക്ക് ഉയർന്നവരാവണോ, നിങ്ങൾക്ക് ഉന്നതരാവണോ, ബിത്തഖ്വ, തഖ്വ കൊണ്ട് നിങ്ങൾക്ക് അതിന് സാധിക്കും. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിലുള്ള ഈ സമത്വ സുന്ദരമായ ഈ മാനവികതയിൽ ആർക്കെങ്കിലും ഒന്ന് ഉന്നതനാവണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അവൻ തഖ്വയുള്ളവനായിക്കൊള്ളട്ടെ. ആ തഖ്വയാണ് അവനെ ഉന്നതനാക്കുന്നത്. ആ തഖ്വയാണ് പടച്ചതമ്പുരാൻ അടുക്കൽ അവനെ ആദരണീയനാക്കി മാറ്റുന്നത് എന്ന് പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ശാസന കേട്ടതായ, ഇങ്ങനെ വിളിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയതായ ആ സന്ദർഭത്തിൽ തന്നെ അബൂദർ ബിലാലിന്റെ അടുക്കലേക്ക് പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴങ്ങുകയാണ്. തഖ്വ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അബൂദർറെ ഒരു ശ്രേഷ്ഠതയും ഒരു മനുഷ്യനും നേടുന്നില്ലട്ടോ എന്ന പ്രവാചകന്റെ വാക്ക് കേട്ടുകൊണ്ട് പോയ
ആ അബൂദർ ബിലാലിന്റെ അടുക്കൽ പോയിക്കൊണ്ട് പരസ്യമായിക്കൊണ്ട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ തന്റെ സ്വന്തം കവിള് മണ്ണിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബിലാലിനോട് അബൂദർ പറഞ്ഞു, യബ്ന അഖീ ലാ ഖദമക അലാ ഖദ്ദി ഹകദാ, നിന്നെ ഞാൻ വിളിച്ചതിന്റെ ഗൗരവം എത്രയെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സഹോദര, അതുകൊണ്ട് നിന്റെ കാൽച്ചുവട്ടിൽ മണ്ണിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന എന്റെ കവിളിന്റെ മറ്റേ കവിൾ ഭാഗത്ത് നിന്റെ കാലുകൊണ്ട് ചവിട്ടു സഹോദര എന്ന് പറയാൻ മാത്രം ഞാൻ ആക്ഷേപിച്ചതായ, അറിയാതെ ഞാൻ പറഞ്ഞു പോയ ഒരു വാക്കിനാലെങ്കിലും, അറിയാതെ ഞാൻ ഉരുവിട്ടുപോയ ഒരു പദം കൊണ്ടെങ്കിലും വേദനിപ്പിക്കപ്പെട്ടതായ പ്രയാസപ്പെട്ടതായ ആ സഹോദരന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തന്റെ എല്ലാ ആഭിജാത്യങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു സാധാരണക്കാരനായി അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ തലവെച്ച് കൊടുക്കാൻ മാത്രം അവർ പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നിയമങ്ങൾ കൊണ്ടല്ല, വകുപ്പുകൾ കൊണ്ടല്ല, എഴുതിയുണ്ടാക്കപ്പെട്ടതായ ഭരണഘടനകൾ കൊണ്ടോ, അത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട ഗവൺമെന്റുകൾ കൊണ്ടോ, അത് നടപ്പിലാക്കേണ്ടതായ പോലീസ് പോലെയുള്ള സംവിധാനങ്ങളെ കൊണ്ടോ അല്ല. അവിടെയുള്ള ജാതീയതയും അവിടെയുള്ളതായ വർണ്ണവെറികളും ഇല്ലാതായത്, മറിച്ച് അവിടെ മനസ്സുകൾക്ക് ലഭിച്ചതായ സംസ്കൃതിയായിരുന്നു അതിന് കാരണം. അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. വ്യവസ്ഥിതികളല്ല മാറേണ്ടത്. വ്യവസ്ഥിതികൾ മാറുന്നതോടൊപ്പം തന്നെ മനസ്ഥിതികൾക്ക് കൂടി മാറ്റങ്ങൾ ഉണ്ടായെങ്കിലേ ഈ രീതിയിലുള്ള സമത്വ സുന്ദരമായ ഒരു ഇന്ത്യയെ ഭാവിയിലെങ്കിലും സ്വപ്നം കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചരിത്രം. ഇവിടെ മറ്റൊന്നും നോക്കാൻ പാടില്ല. അതിന്റെ മുൻപിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വലിയ ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ രാജാവ്, അങ്ങനെ തന്നെ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മദീനയിൽ വന്ന് ഉമറിന്റെ സന്നിധിയിൽ വന്ന് തന്റെ ഇസ്ലാമിനെ പ്രഖ്യാപിച്ച് തന്റെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലാക്കി മാറ്റിക്കൊണ്ട് ആ രാജാവ് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം, രാജാവിന്റെ ഉംറ വസ്ത്രത്തിൽ ഒരു സാധാരണക്കാരനായ മറ്റൊരു മുഅ്തമിർ അറിയാതെ ചവിട്ടിപ്പോയി. ഒരു രാജാവായിക്കൊണ്ട് രാജ്യം ഭരിച്ച് രാജാധികാരത്തിന്റെ എല്ലാ തരത്തിലുള്ളതായ ആസ്വാദനങ്ങളും നുകർന്നുകൊണ്ട് ജീവിച്ചതായ രാജാവിന് സഹിച്ചില്ല രാജാവിന്റെ ഉടുവസ്ത്രത്തിൽ ചവിട്ടുകയോ. തിരിഞ്ഞ് ആ അറിയാതെ ചവിട്ടിപ്പോയതായ സഹോദരന്റെ മുഖത്ത് ആഞ്ഞടിച്ചു രാജാവ്. ഉമർ അല്ലാഹുവിന്റെ സന്നിധിയിലെത്തി കേസ്. ഇസ്ലാമിലേക്ക് പുതിയതായിക്കൊണ്ട് കടന്നു വന്ന ഒരാളും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാവകാശം നൽകപ്പെടുന്നതിന് വേണ്ടി ഉമർ അല്ലാഹു രാജാവിന് 3 ദിവസത്തെ സമയം അനുവദിച്ചു. 3 ദിവസത്തിനുള്ളിൽ ആ തിരിച്ചടിച്ചതായ സഹോദരനോട് വളരെ പരസ്യമായിക്കൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ സഹോദരന് തിരിച്ച് പ്രതിക്രിയ ചെയ്യാനുള്ളതായ അവകാശം നൽകപ്പെടേണ്ടതുണ്ട്. സമയം അനുവദിച്ചു, ചിന്തിക്കാൻ 3 ദിവസത്തെ സാവകാശം. രാജാവിന്റെ മുൻകാല ജീവിതത്തിലുള്ളതായ ആ ഒരു അവസ്ഥകളിൽ നിന്നും താഴേക്കിറങ്ങി വരാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ തിരിച്ചുപോയി. അയാളുടെ പഴയ മതത്തിലേക്ക് തന്നെ അയാൾ തിരിച്ചുപോയി. ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു വലിയ രാജാവും ആ രാജ്യവും ഇസ്ലാമിന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയത്തിന്റെ ലാഞ്ചന പോലും ആ ജനങ്ങൾക്കിടയിലുള്ളതായ തുല്യത വിധിക്കുന്ന കാര്യത്തിൽ അമീറുൽ മുഅ്മിനീന് തടസ്സമായില്ല. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യായിരുന്നു അല്ലെ. ചവിട്ടിപ്പോയത് സാധാരണ അപ്പത്തെ ദേശത്തിന് അടിച്ചു പോയതാകും, പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അത് തീർക്കാമായിരുന്നു. നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളിലൂടെ പലതരത്തിലുള്ളതായ രക്ഷപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് യഥാർത്ഥമായ ഇസ്ലാമിന്റെ മാനവികത നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിരുന്നെങ്കിൽ ഒരു വലിയ രാജ്യവും അവിടുത്തെ ആളുകളും ഇസ്ലാമിന് ലഭിക്കുമായിരുന്നു. പക്ഷെ വേണ്ട.
അത്തരത്തിൽ ഇസ്ലാമിന് വളരണ്ട, അത്തരത്തിൽ ഇസ്ലാമിന്റെ ഭരണം വ്യാപകമാകേണ്ട ആവശ്യമില്ല, അത്തരത്തിൽ ഇസ്ലാമിന് ശക്തി സംഭരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സമത്വസുന്ദരമായി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാനവികതയിൽ അതിലുള്ള ഓരോ അംഗങ്ങൾക്കും വളരെ കൃത്യമായ, വളരെ വ്യക്തമായ, നീതിപൂർവകമായ, തുല്യമായ പരിഗണനയും അവകാശങ്ങളും നൽകപ്പെടണമെന്ന് ശഠിക്കുന്ന മതം. അതിന്റെ പ്രയോഗവൽക്കരണ അവിടെ നമ്മൾ കണ്ടത്. അതെല്ലാത്തിലും അത് ഇസ്ലാം പാലിച്ചിട്ടുണ്ട്. അനുവദനീയമായ രംഗങ്ങളിലൊക്കെ അത് പാലിക്കുവാൻ ഇസ്ലാം സന്നദ്ധമായിട്ടുണ്ട്. അയൽവാസിയുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുവാനുള്ളതായ ഒരു ചെറിയ നീർച്ചാല് അതിലൂടെ കൊണ്ടുപോകുവാൻ, തിരിച്ചുവിടാൻ അനുവദിക്കാതിരുന്നതായ അയൽവാസിയെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് ഉമർ അല്ലാഹു പറഞ്ഞു, നിന്റെ വയറ് കീറിയിട്ടായിരുന്നാലും അവന് ഞാൻ ചാല് കീറി കൊടുക്കും. എന്തിനാ? ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന പ്രജകൾ മുഴുവനും ആ ഒരു രീതിയിൽ തുല്യതാ ബോധത്തോടുകൂടി ജീവിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ളതായ പഠനങ്ങളാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നതും. ജാഹിലിയത്തിലുള്ള ഇത്തരത്തിലുള്ള സകലമാന ചിന്താഗതികളും നിങ്ങൾ മാറ്റിവെക്കണം. പ്രവാചകൻ അത് പറയുന്നുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് അദ്ഹബ അൻകും ഉബയ്യത്തൽ ജാഹിലിയ്യ ഫഖറഹാ ബിൽ ആബാ. കുടുംബം അതല്ലെങ്കിൽ പ്രപിതാക്കളുടെ തങ്ങളുടെ ഞാൻ ജനിച്ചത് ഇന്ന കുടുംബത്തിലാണ്, എൻ്റെ തറവാട് ഇന്ന തറവാടാണ്, അതല്ലെങ്കിൽ എൻ്റെ വിഭാഗം ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നിങ്ങനെയുള്ളതായ വാദഗതികൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളുന്നതായ, അഹങ്കരിക്കുന്നതായ ജാഹിലിയത്തിന്റെ എല്ലാ ഉച്ചനീചത്വങ്ങളെയും ഇതാ പടച്ച തമ്പുരാൻ നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കിയിരിക്കുന്നു. മുഅ്മിനുൻ തഖിയ്യുൻ, ഒരു വിശ്വാസി അല്ലേ, അവൻ സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടതാണ്. അത്തരത്തിൽ ദുരഭിമാനം നടിക്കുന്നവരായ ആളുകൾ എല്ലാവരും തന്നെ ഷഖിയാണവര്, അധമരാണവര്, നിർഭാഗ്യവാന്മാരാണവർ. വന്നാസ് ബനു ആദം, മനുഷ്യരെല്ലാം ആദമിന്റെ സന്തതികളാ. മനുഷ്യർ മുഴുവനും ആദമിന്റെ സന്തതികളാ. അവരുടെ വർണ്ണം എന്താവട്ടെ, ജാതി എന്താവട്ടെ, സ്ഥാനം എന്താവട്ടെ, സമ്പത്ത് എന്താവട്ടെ, ശക്തി എന്താവട്ടെ, രൂപം എന്താവട്ടെ, ഏത് തരത്തിലായിരുന്നാലും നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ആദമിൽ നിന്ന്. വആദം മിൻ തുറാബ്, ആദമു മണ്ണിൽ നിന്നും വന്നതാണ് എന്ന സമത്വ സുന്ദരമായ വചനം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരാളെയും മറ്റൊരാളെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വവൽക്കരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. UN നടത്തിയതായ ആ ഒരു മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെതായി പ്രഖ്യാപിച്ചതായ ആ ഒരു പ്രഖ്യാപനങ്ങളെക്കാൾ എത്രയോ മഹത്വപൂർണമായ മാനവികത അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നുപോയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഈ പാഠങ്ങൾ, ഇസ്ലാം പകർന്നു നൽകിയതായ ഈ തരത്തിലുള്ളതായ ചിന്തകള് ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹം തയ്യാറാവുക. ആ സമൂഹത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്നതായ യഥാർത്ഥമായ മാനവികതയെ കുറിച്ചുള്ളതായ അറിവുകൾ അവർക്ക് നൽകുവാനുള്ളതായ അവസരങ്ങൾ ഉണ്ടാക്കി തീർക്കുക, അവയർനെസ് ഉണ്ടാക്കി തീർക്കുക എന്നത് മാത്രമാണ് ജാതീയതയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഇന്ത്യൻ സവർണ ഫാസിസത്തിന്റെ കണ്ണു തുറപ്പിക്കുവാൻ, അതല്ലെങ്കിൽ ഞങ്ങളെന്നും മതകൃതരാണെന്നുള്ള ചിന്തയിൽ നിന്നും ആ ഒരു തരത്തിലുള്ളതായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നും ഒരു വിഭാഗത്തെ മാറ്റിയെടുക്കുവാനുള്ള മാർഗം. ഞങ്ങളും മനുഷ്യരാണ്, മനുഷ്യരെല്ലാവരും ഒന്നാണ്, മാനുഷികത എന്ന ആ മാനുഷിക മൂല്യങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള ചിന്ത ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ പ്രതിഷ്ഠിക്കുവാൻ, ഉണ്ടാക്കി തീർക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ഇന്ത്യയിൽ നിന്നും ഈ ഒരു ജാതീയതയുടെ, വർണ്ണവെറിയുടെ ഉച്ചനീചത്വങ്ങളെ തുടച്ചു നീക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ രീതിയിൽ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ മനസ്സുകളിൽ പ്രവർത്തനം നടത്തുവാൻ, അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ളതായ മുന്നിട്ടിറങ്ങലുകളാണ്
കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു അവൻ്റെ യഥാർത്ഥമായ മതം പഠിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ അന്തസ്സാരം ജനങ്ങൾക്ക് കൃത്യമായി കൊണ്ടെത്തിച്ചു കൊടുക്കുവാനും നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ മിൻ മഗ്ഫിറതിക യാ ഗാഫിറൽ മുദ്നിബീൻ വർഹം ലനാ മിൻ മർഹമതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.